കൂടെ തലേ കയറണ്ട. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എമിലി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല. അവളിന്ന് ലീവായത് നിങ്ങളുടെ ഭാഗ്യം. ഓളെ ഞങ്ങൾ കുറെ കണ്ടത് തന്നെയാണ്. ഈ പാത്തുക്കുട്ടിക്ക് ഇപ്പോ ഇവരെയൊക്കെ കണ്ടപ്പോ കുറച്ച് ഞെളിപ്പ് കൂടിയിട്ടുണ്ട്. എന്റെ അഞ്ചത്തെ കുട്ടി തൊട്ട് കളിച്ചാലേ തൊട്ട് കളിച്ചാൽ എന്ത് ചെയ്യും? എല്ലാരും എന്റെ തലേ കയറിയല്ലേ? ഇമിലി വരട്ടെ, കാണിച്ചു തരാം. ഇമിലി അല്ല, ഇമ്ലി മുട്ടയാണ്, ഇമ്ലി മുട്ട. നിനക്ക് ഇമലിയെ ശരിക്കും അറിയാത്തത് കൊണ്ടാ. അവളെ എന്റെ പോലെയൊന്നും അല്ല. നിന്റെ പോലെ അല്ലല്ലോ. അതെന്താണ് ഒരു വലിയൊരു ഭാഗ്യം. വല്ലാണ്ട് തലയിൽ കയറേണ്ട ലില്ലി, നീ ഇന്നിവിടെ വന്നിട്ടുള്ള കാര്യം മറക്കരുത്. നാളെ ഞാൻ എന്റെ മമ്മിയെ കൊണ്ടുവരും. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെ അവിടെ ഇരുന്നു വേണം. കൊണ്ടുവന്നെ മമ്മിയെ നമുക്ക് കാണാലോ, മമ്മി ഇവിടെ പോയത് തന്നെയാണോ. പക്ഷേ എന്റെ മമ്മിയെ നിങ്ങൾ വിചാരിച്ചതുപോലെ എപ്പോഴും കിട്ടില്ല. എന്റെ മമ്മി ബിസിനസ് വുമണാണ്, നിങ്ങളെ പോലെയല്ല. നിങ്ങളുടെ അമ്മമാരൊക്കെ വീട്ടില് അടുക്കളയിൽ പുകയും കൊണ്ട് ഇരിക്കുന്നുണ്ടാകും. എന്റെ അമ്മ അങ്ങനെയല്ല. നീ അമ്മമാരെ കയറി പിടിക്കണ്ട. കാരണം എല്ലാവരുടെ അമ്മമാരും അങ്ങനെ ആവണമെന്നില്ല. ഇനി അങ്ങനെ ആയാൽ തന്നെ നിനക്കെന്താ, അതൊരു നല്ല കാര്യമല്ലേ. എന്റെ അമ്മ ബാംഗ്ലൂരിൽ ജോലിക്ക് പോയിട്ടുണ്ട്. നിന്റെ അമ്മയെ പോലെ ഇവിടെ ബിസിനസിന് ഹുങ്കും കൊണ്ട് ഇവിടെ നിൽക്കല്ലേ എന്റെ അമ്മ. അമ്മമാരെ വിട്ടുകളി. അമ്മമാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുവല്ലേ? ഇന്ന് കണ്ട ഇവരെ നിങ്ങൾ ഇത്രയും വിശ്വസിച്ചോ? ഇവരത്ര നല്ല കൂട്ടരൊന്നും അല്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി നിന്നെ കണ്ടപ്പോ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഒന്നാണല്ലേ? ഞാൻ ഇമിലി വന്നാൽ നിങ്ങളെ ഇതുപോലെയൊന്നും വരെ ട്രീറ്റ് ചെയ്യാ. അടിപൊളി ട്രീറ്റ് നിങ്ങൾക്ക് നാളെ കിട്ടും. നിങ്ങൾ നാളെ ഇങ്ങോട്ട് വാ. ഇവാൻ പറയുന്നത് കേട്ടില്ലേ? ഇമിലി കുറച്ച് സീനാണെന്ന്. കുറച്ചൊന്നുമല്ല, അത് ഇവാൻ തോന്നുന്നതാ. ഇമിലി പക്ക സീനാ. അവളുടെ കൂടെ കൂടിയാ ഞാനും. അതെ അതെ, അവളുടെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതിലാറെ കട്ടാണ് ഇമിലിന്റെ സ്വഭാവം. അവര് പറഞ്ഞ സത്യമുണ്ടോ? ഇമിലി അത്ര വലിയ സംഭവമാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ അവളെക്കാൾ വലിയ സാധനമാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. ഫസ്റ്റ് ഡേ തന്നെ പൊളിച്ചില്ല നമ്മളെ. ഇങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് പിന്നെ ഒരു ധൈര്യം. അവളെ വീട് ഇവിടുന്ന് കുറച്ചുള്ളൂ. നമുക്ക് നാളെ വീട്ടിൽ പോയാലോ? ഞങ്ങൾ പോക്കണ്ടേ, ഞാനും പാത്തൂട്ടിയും കൂടി ആണ്ട് പോക്കണ്ടേ. ഞങ്ങൾ വീട്ടിൽ പോട്ടെട്ടോ. അപ്പൊ നീ നാളെ കാണാട്ടാ. പിന്നില്ലേ, നിങ്ങളുടെ ആന്റിയും ആ സ്കൂളിലാണെന്ന് ഞാൻ നിങ്ങളുടെ പറയാൻ വിട്ടുപോയതായിരുന്നു. വല്ലാത്തൊരു ടെസ്റ്റ് ആണല്ലോ. അതെ, ഞങ്ങളും ഞെട്ടി. എന്നെ മക്കളെ പോയി കുളിച്ചിട്ട് കാട്ടോ. കുഞ്ഞിമുത്ത, ഇത് കുറച്ച് ഇറച്ചി ചുട്ടതാണേ. അവിടെ സൈൻ ഉണ്ടാക്കിയതാണേ. അല്ല, ഞാനിത് തന്നിട്ട് പോവാൻ വന്നതാണേ. ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. ഞാൻ ഇരുന്നോളെന്നാണ്. അതൊന്ന് വാങ്ങിച്ചാ. എന്താമേ? അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമത്തേനെ. ഇത് അവര് കൊണ്ടുവന്നാണ് കുറച്ച് ഇറച്ചി ചുട്ടത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒക്കെ പാചകം ചെയ്യോ? സൈന നല്ല പാചകക്കാരത്തിയാണേ. ആരെ സൈനു? അതിന്റെ മരുവളാണേ. അവിടെ കൊണ്ടുവച്ച് വരുമ്പോഴേ കുഞ്ഞാമിത്താക്ക് കുറച്ച് ചായ എടുത്തോ. നമ്മൾ ചായ ഒന്നും കുടിച്ചൂല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം എടുത്തോ. പോയത് മരുവളാ? എങ്ങനെയാ ആള്? നല്ല സ്വഭാവമാണാ? കുഴപ്പമില്ലെന്നോ? നമ്മളെ കുട്ടികളൊക്കെ ഒരു സ്കൂളിലല്ലേ? എന്റെ മൂത്ത മരുകൾ ഈ അടുത്ത് വരും. അവള് വരുമ്പോൾ കുഞ്ഞുമുത്താക്ക് ഓളയും കാണാം. പിന്നെ നിങ്ങളെ മോനോടേനെ? അത് പറയുമ്പോഴാണ് എനിക്ക് സങ്കടം. എന്റെ കുട്ടി അന്ന നാട്ടിൽ പോയി നയിച്ചാണ്. സൗദിയിലാണേ. 2 കൊല്ലം എന്റെ കുട്ടി പോയിട്ട്. സാരമില്ല കുഞ്ഞാമിത്ത, അവന് കുടുംബം നോക്കാൻ വേണ്ടി പോയതല്ലേ. നാളെ എന്റെ കുട്ടി ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുണ്ടാവില്ലേ? ഒന്നും സാരല്ല കുഞ്ഞാമിത്ത, ജീവിതങ്ങളാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. അത് ശരിയാണ്. പറഞ്ഞപ്പോഴാ ഓർമ്മ, ഇത് പജിൽ ഞാൻ വെള്ളം കണ്ടിരിക്കാൻ പോവാട്ടാ.
പാത്തുക്കുട്ടിനെ കാണാൻ അവളുടെ വല്യമ്മാന്റെ പോലെ തന്നെ ഉണ്ടല്ലേ? ആ എല്ലാരും പറയും അവളെ കാണാൻ വല്യമ്മാന്റെ മാതിരിയാണെന്ന്. ആ എല്ലാരും പറയലുണ്ട് വല്യമ്മാന്റെ അതേ മോച്ചായാണ്. പിന്നെ നമുക്കിന്ന് ചിന്നുന്റെ വീട്ടിൽ പോണ്ടേ? ആ പിന്നെ വേണ്ടത്. ഞാൻ പോവാ. ആ അമ്മ എത്ര നേരമായിട്ട് വരാത്തേ? ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. ഹലോ മോളെ, അമ്മ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. അമ്മ ഇവിടെ ബ്ലോക്കിൽ പെട്ട് പോയതാ. ഇന്ന് രാത്രിയാവും ചിലപ്പോ വരാൻ. ഞാൻ പാത്തൂരിന്റെ അമ്മക്ക് വിളിച്ചറിഞ്ഞിട്ടാണ് ചെല്ലുണ്ടെന്ന്. ഇതാണ് പോയിക്കോ. ഞങ്ങൾക്കും അപ്പോൾ എത്തിയാൽ മതി. നമുക്ക് പോകാം. നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് ഈ കാടിനുള്ളിലെ മാന്ത്രികതയെ കുറിച്ച് അറിയില്ലല്ലോ. അതറിയണം നിങ്ങൾക്ക്? ആദ്യം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാ പൂട്ടു. എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങൾക്ക് ഇവിടെയെല്ലാം ചുറ്റിക്കാണിച്ചു തരാം. വരൂ, എന്റെ പുറത്തിരിക്കൂ. ഇല്ല, കാരണം ഈ മാന്ത്രിക കാട്ടിൽ ജീവിക്കുന്ന എനിക്ക് പല കഴിവുകളും ഉണ്ട്. ഓറഞ്ച് പൂമ്പാറ്റ പറക്കണവിടെ. ഞാൻ അത് ശരിയാണ് ട്ടോ. എന്ത് ഭംഗിയാണ് ഇവിടേക്ക് കാണാൻ. നമുക്ക് പൂമ്പാറ്റ കൊട്ടാരത്തിലേക്ക് പോയാലോ? അത് ഞങ്ങളുടെ കൊട്ടാരമാണ്. അതിന് പുറത്ത് ഒരു പൂമ്പാറ്റകളെ പോലും ആർക്കും കാണാൻ സാധിക്കില്ല. പക്ഷേ അകത്ത് കയറിയാൽ വളരെയധികം ഭംഗിയേറിയ പൂമ്പാറ്റകളെ കാണാൻ സാധിക്കും. ആണോ? എന്നാ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകൂ. പക്ഷേ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങൾ തിരിച്ചാക്കണം. അതെ അതെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മമ്മ ഞങ്ങളെ തിരക്കും. കാണാതിരിക്കാൻ പറ്റൂലേ. അതൊക്കെ ഞാൻ ശരിയാക്കാം. വരൂ, നമുക്ക് പോകാം. ഇനിയും കുറെ പോകാനുണ്ട് പൂമ്പാറ്റ കൊട്ടാരത്തിലേക്ക്. നിങ്ങൾക്ക് ഇറങ്ങാം. ഈ വസ്ത്രം കണ്ടില്ലേ? ഈ വസ്ത്രം നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ അണിയണം. ആരണിയും? എന്റെ ആഗ്രഹം ഇത് റോസി ഇടണമെന്നാണ്. ഇനി നിങ്ങൾക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ദയവ് ചെയ്ത് എന്റെ ചിറ കൊടുക്കരുത്. നമുക്ക് നടക്കാം. ഇവിടെയുണ്ട്. അതെ, നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് പൂമ്പാറ്റയെ അഭിനയിക്കേണ്ടി വന്നു. കാരണം കൊട്ടാരത്തിന് മുമ്പിൽ വെച്ചല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം രൂപം പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഈ കൊട്ടാരത്തിൽ അനേകം ഫെയറികളും അനേകം പൂമ്പാറ്റകളും ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം കാണണ്ടേ? ഞങ്ങൾ കേട്ടിരിക്കുന്ന ഈ ഫെയറികൾ നല്ല മാജിക് കാട്ടി. ഞങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരുമോ? അതിനെന്താ, കാണിച്ചു തരാലോ. ഇതിന് ഓർമ്മയുണ്ടോ? പിന്നെ നല്ല രസം കിട്ടാ. ഈ കൊട്ടാരത്തിലെ പ്രത്യേകതകൾ എന്താണ്? ഈ കൊട്ടാരത്തിൽ അനേകം ഫെയറികളുണ്ട്. നല്ലവരായ ഫെയറികളും ചീത്തവരായ ഫെയറികളുമുണ്ട്. അതിൽ നല്ലവരായ ഫെയറികൾ നിങ്ങൾക്ക് കുറേ മാജിക്കുകളും അവരുടെ കഴിവുകളും കാണിച്ചു തരും. പക്ഷേ ബ്ലാക്ക് ഫെയറേഴ്സിനെ നിങ്ങൾ തൊടാനോ സംസാരിക്കാനോ പാടില്ല. കാരണം അവർ വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പേര് ഏഞ്ചൽ മെറീന. ഓക്കേ, നമുക്ക് കൊട്ടാരത്തിനകത്ത് പോകാം.
പിന്നെ ബ്ലാക്ക് ഫെയറീസിന്റെ കാര്യം മറക്കരുത് കേട്ടോ. ഇല്ല ഇല്ല, ഈ കൊട്ടാരം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. പുറത്തു നിന്ന് കാണുമ്പോൾ ഇതിന് ആകെ 3 റൂമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അകത്ത് കയറിയാൽ അതിനുള്ളിൽ എന്താണ് സംഭവിക്കുകയെന്ന് കണ്ടറിയുക. ഒരു മാജിക് കൂടി കാണിച്ചു തരുമോ? ഓക്കെ, അതിനെന്താ? എന്ത് രസാണ് ഇങ്ങനെ കാണാനേ. ഇപ്പോഴോ? ഓ പതിനക്കായ രസം. നിങ്ങളുടെ കയ്യിൽ ഇനിയും മാജിക്കുകളുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ പുറത്തെടുക്കില്ല. നിങ്ങൾ കൊട്ടാരം കണ്ട് തിരിച്ചു വരൂ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും.